നോർത്ത് പറവൂർ മന്നം അത്താണി മെഡിക്യൂർ ആശുപത്രിയുടെ സമീപത്ത് പുതിയ കരാട്ടെ ക്ലാസ് ആരംഭിച്ചു. കൊച്ചമ്പം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും ഡോക്ടർ അംബേദ്കർ കലാശ്രീ ദേശീയ അവാർഡ് ജേതാവുമായ KP ജോഷി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രൂപീകരിച്ചെങ്കിൽ കൂടെയും അത് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കുട്ടികളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും കളരിയും കരാട്ടയും എല്ലാം നേരത്തെ വിജയകുമാർ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ശാരീരികമായ എല്ലാ കഴിവുകളെയും മാനസികമായിട്ടുള്ള കഴിവുകളെയും എല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു അഭ്യാസം കൂടിയാണ് കരാട്ടെ ആയാലും കളരി ആയാലും എല്ലാം. ഞാൻ കളരി എടുത്തു വരാനൊരു കാരണം നവാസിൻ്റെ ഉപ്പ കളരിയുടെ ഒരു മാസ്റ്ററായിരുന്നു. എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് കളരി പഠിപ്പിച്ചിരുന്ന ഒരാളാണ് നവാസിൻ്റെ ഉപ്പ. അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വീണ്ടും ഒരു ആയോധന കല പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മളിൽ എത്തുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നൂക്കായ് ഷിൻഖാൻ ഷിറ്റാറിയു കരാട്ടെ സ്കൂളിന്റെ ടെക്നിക്കൽ ഡയറക്ടറും നാഷണൽ റഫറിയുമായ ഹാൻഷി N വിജയകുമാർ അധ്യക്ഷനായി. പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ട് ഇപ്പൊ ഞാൻ 70 പറഞ്ഞ അടുത്തോടെ എനിക്ക് 71 പറയേണ്ടി വരും, പിന്നെ 72 ആവും. അപ്പോഴെന്റെ കൈക്കരുത്തിനും കാലിന്റെയും കൈയിന്റെയും കരുത്തിന് ഒരു കുറവും വരാതെ സൂക്ഷിക്കുന്നത് എക്സർസൈസിലൂടെ, പ്രാക്ടീസിലൂടെ. പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. അത് എത്ര നാൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയും നാൾ പക്ഷെ അത്രയും നാള് കൈയും കാലും പൊക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ എന്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. പിള്ളേരെ നമ്മളിത് കാണിച്ചു കൊടുത്തു വരുമ്പോൾ എനിക്കും കൂടി പ്രാക്ടീസ് കിട്ടുക. കാലോപ്പിന് കിക്കോ പഞ്ചോ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും എന്റെ ബോഡിക്ക് എക്സർസൈസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുന്നതിലൂടെ. അതാണ് ഒരു ഇൻസ്ട്രക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരാട്ടെ ഇൻസ്ട്രക്ടർക്ക് കിട്ടുന്നത്. പഠനം കഴിക്കുന്ന മാഷന്മാരാണെങ്കിലും അതെ, പഠിപ്പിക്കുമ്പോൾ അവരുടെ കഴിവും അതോടൊപ്പം കൂടുക. അതുകൊണ്ട് തന്നെയാണ് പ്രാക്ടീസ് എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു അഡ്വക്കേറ്റ് LLBO LLM ഒക്കെ പാസ്സായവരൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാന്നാ പറയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർ കേസ് വാദിക്കുന്നതിന് പറയുന്ന വാക്ക് പ്രാക്ടീസ് ചെയ്യാന്നാണ്. കൊച്ചമ്പം റെസിഡന്റ് സെക്രട്ടറി MS വിജു മുഖ്യാതിഥിയായിരുന്നു. ബന്ധമായിട്ട് ആദ്യമേ തുടങ്ങേണ്ടതായിരുന്നു എന്ന് നമ്മളിവിടെ പറഞ്ഞു. എന്നാലും വൈകി തുടങ്ങിയാലും ഈ ഒരു ക്ലാസ്സിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ആജീവനാന്ത, അതായത് ആരോഗ്യം എത്ര നാള് നമുക്ക് നിലനിൽക്കുന്നു അത്രയും നാള് ഇത് എക്സ്പീരിയൻസ്, അതായത് ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ അധ്യക്ഷനോട് സൂചിപ്പിക്കേണ്ടായി. കാരണം അദ്ദേഹത്തിന് വയസ്സെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഈ ഒരു ഏജില് ഇത്രയും സ്മാർട്ടായിട്ട് ഇരിക്കുകയും എന്നാൽ ഏകദേശം 48 വർഷത്തോളം അതിന്റെ എക്സ്പീരിയൻസും അത് പകർന്നു നൽകാൻ ഇവിടെ കിട്ടിയിട്ടുള്ള നമ്മുടെ നവാസ് നയിക്കുന്ന ഈ ഒരു ക്ലാസ്, അത് നമുക്ക് ഏറ്റവും നല്ല സാഹചര്യമാണെന്നും അത് മാക്സിമം എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളിലുള്ള എല്ലാ മക്കളെയും, അതേപോലെയുള്ള പ്രായപരിധി ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു കരോട്ട. PR ആൻഡ്രൂസ്, സെൻസായി TP നവാസ് എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ്, ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.